ഹലോ. ബിസിനസ് ചെയ്യുന്ന അധിക പേരും നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് നമുക്ക് കുറച്ചൊക്കെ സെയിലുണ്ടാവും. കുറച്ച് നാളായിട്ട് ആ ഒരു ലൈനിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു അപ്പുറത്തേക്ക് കടന്ന് നമുക്ക് സെയിൽ കിട്ടാനുള്ള ഒരു വളർച്ച, ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്കൊരു വളർച്ച കൈവരിക്കാൻ സാധിക്കുന്നില്ല. സെയിലൊക്കെ ഉണ്ട്, തരക്കേടില്ലാതെ പോകുന്നു, പക്ഷേ നമുക്കത് വളർത്തിക്കൊണ്ട് വരാൻ പറ്റണില്ല. ഇവിടെ എന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബിസിനസ് രണ്ട് രീതിയിലാണ് വളർത്താൻ പറ്റുന്നത്. ഒന്ന്, നിലവിലുള്ള കസ്റ്റമേഴ്സിന് കൂടുതൽ വിറ്റുകൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ് വളർത്താം. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടും നമുക്ക് ബിസിനസ് വളർത്താനായിട്ട് സാധിക്കും. ഇവിടെ രണ്ടാമത് പറഞ്ഞതാണ് പലരും ചെയ്യാത്തൊരു കാര്യം. പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എങ്ങനെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം, ഇത് ചിന്തിക്കാതെ നമുക്ക് ബിസിനസ് വളർത്താനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് നിലവിൽ എത്രയാണോ ആ സെയിലിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. മറ്റു ചിലരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം സെയിലുണ്ടാവും, അടുത്ത ദിവസം വലിയ മെച്ചമില്ല, പിറ്റത്തെ ദിവസം സെയിലുണ്ടാവും, പിന്നെ ഒരാഴ്ചത്തേക്ക് ചിലപ്പോൾ സെയിലുണ്ടാവില്ല. അതായത് സെയിലിലെ ഇൻകൺസിസ്റ്റൻസി, കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് നമുക്ക് സെയിൽ കിട്ടണില്ല, സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. ഇതിനനുസരിച്ച് ബിസിനസ് ചെയ്യുന്നവരുടെ മൂഡും സ്വിങ് ചെയ്യും. നല്ല സെയിലുള്ളപ്പോൾ നമുക്ക് നല്ല സന്തോഷം, സെയിൽ കുറയാൻ നേരത്ത് നമ്മൾ ഡൗൺ ആവും, പിന്നെ സെയിൽ കൂടാൻ നേരത്ത് സന്തോഷം വരും, പിന്നെ ഒരാഴ്ചത്തേക്ക് ഡൗൺ ആയിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ആ സെയിലിനനുസരിച്ചായിരിക്കും നമ്മളുടെ ആ ഒരു മൂഡും സ്വിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെല്ലാം മാർഗങ്ങളിലൂടെ പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ എൻ്റെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം എന്ന് ചിന്തിച്ച് പഠിച്ച് നമ്മളത് പ്രാവർത്തികമാക്കുമ്പോഴാണ് നമ്മുടെ ബിസിനസ് നമുക്ക് വളർത്താനായിട്ട് സാധിക്കുന്നത്. പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കണ്ടെത്തണം. അതിന് പുതിയ മാർക്കറ്റിംഗ് രീതികൾ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം. ഈ പുതിയത് വരുമ്പോൾ ഉള്ള പലരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ അതിനെ മുഖം തിരിച്ചിങ്ങനെ നിൽക്കും, പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യല്ലാതെ വേറെ രക്ഷയില്ലാന്ന് കാണാൻ നേരത്തെ അവരത് അക്സെപ്റ്റ് ചെയ്യും. അപ്പോഴേക്കും അതിൻ്റെ സമയം കടന്നു പോയിട്ടുണ്ടാവും, അതിൻ്റെ ഓപ്പർച്യൂണിറ്റി നഷ്ടമായിട്ടുണ്ടാവും. ഓപ്പർച്യൂണിറ്റികളെല്ലാം തന്നെ അതിൻ്റെ തുടക്കത്തിൽ ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചാലാണ് നമുക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇന്ന് നമുക്കറിയാം നമ്മളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ ശ്രദ്ധ മുഴുവനും സോഷ്യൽ മീഡിയയിലാണ്. ഒരു 3-4 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്പ്രെഡായിട്ട് കിടക്കുകയാണ് ഇവരുടെ ശ്രദ്ധ. അപ്പോൾ ആളുകൾ എവിടെയാണോ ശ്രദ്ധ കൊടുക്കുന്നത് അവിടെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. ആളുകൾ എവിടെയെങ്കിലും ശ്രദ്ധ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് വളർത്താൻ ആഗ്രഹിക്കുന്നവർ സോഷ്യൽ മീഡിയയും കൂടി ഉപയോഗിക്കണം. സോഷ്യൽ മീഡിയയിലെ മാർക്കറ്റിംഗ് അധിക സമയം നമുക്ക് കാശൊന്നും മുടക്കാതെ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. പെയ്ഡ് പരസ്യങ്ങൾ നമുക്ക് ചെയ്യാം, ഒരു വശത്ത് അതുണ്ട്. ഓർഗാനിക് ആയിട്ടുള്ള ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാനും സാധിക്കും. ഇവിടെ ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് ജസ്റ്റ് ഇറങ്ങാൻ നിൽക്കുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, കസ്റ്റമേഴ്സ് തുടർച്ചയായിട്ട് വന്നില്ലെങ്കിൽ നമ്മളുടെ മോട്ടിവേഷൻ ഡൗൺ ആവും. വളരെ ചുരുക്കം ആളുകൾക്കാണ്, അതായത് ഒരു 95%ൻ്റെയും സെയിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ ആ ബിസിനസ്സിനോടുള്ള നമ്മുടെ ഒരു എന്താ പറയുക, അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാനുള്ള മോട്ടിവേഷൻ നമുക്ക് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. ഇത് ഇറങ്ങിയ ഒരാൾക്ക് ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുള്ളൂ. ഓൾറെഡി ബിസിനസ് ഉള്ളവർക്ക് അറിയാം, പുതിയതായിട്ട് വരുന്നവരാണ് അധികം ഈ മിസ്റ്റേക്ക് വരുത്തുന്നത്. അവർ ബാക്കി എല്ലാ കാര്യങ്ങളെ പറ്റി പഠിക്കും, അവർ നല്ല ലോഗോ ഉണ്ടാക്കും, നല്ല കളർ പാലറ്റുകൾ സെലക്ട് ചെയ്യും, അതുപോലെ തന്നെ എല്ലാ ലൈസൻസുകളും രജിസ്ട്രേഷൻസും എല്ലാം അവരെടുക്കും, ബിസിനസ്സിൻ്റെ A to Z കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആ സെഗ്മെൻറ്റിനെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്ത് കളയും. അവസാനം കയ്യിൽ എന്തെങ്കിലുമൊക്കെ നക്കാപ്പിച്ചുണ്ടെങ്കിൽ അത് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമറെ എങ്ങനെ കണ്ടെത്താം, എൻ്റെ ആ പ്രൊഡക്റ്റിന് സർവീസിന് ആവശ്യമായിട്ടുള്ള കസ്റ്റമറെ എങ്ങനെ കണ്ടെത്താം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കസ്റ്റമർ കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടർച്ചയായിട്ട് വന്നില്ലെങ്കിൽ ഒരു ബിസിനസ്സും വളരില്ല. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എടുത്തു നോക്കുക, നമ്മുടെ പോക്കറ്റിലേക്ക് ആരാണ് കാശ് കൊണ്ടുവരുന്നത്? നമ്മുടെ പോക്കറ്റിലേക്ക് കാശ് കൊണ്ടുവന്ന് വെക്കുന്ന ഒരേ ഒരു വിഭാഗമുള്ളൂ, അത് കസ്റ്റമറാണ്. ഗവൺമെൻറ് ആയിക്കോട്ടെ, എംപ്ലോയീസ് ആയിക്കോട്ടെ, മറ്റ് സപ്ലയേഴ്സ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഇവരെല്ലാം തന്നെ നമ്മുടെ പോക്കറ്റിൽ നിന്ന് ടാക്സ് ആയിട്ടും മറ്റ് ഫീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തുകൊണ്ട് പോകുന്നവരാണ്. കസ്റ്റമേഴ്സാണ് നമ്മളുടെ പോക്കറ്റിലേക്ക് കാശ് കൊണ്ടുവരുന്നത്. കസ്റ്റമറെ എങ്ങനെ കണ്ടെത്താമെന്ന് നമ്മൾ ചിന്തിക്കുകയും പഠിക്കുകയും വേണം. ഇന്നത്തെ കാലത്ത് പല രീതിയിൽ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് സ്മോൾ ബിസിനസ്സുകൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച്
മാർക്കറ്റിംഗ് ചെയ്യാം. പല തന്ത്രങ്ങളും നമുക്ക് പരീക്ഷിച്ച് നോക്കാനായിട്ട് സാധിക്കും. അറ്റ്ലീസ്റ്റ് ഒരു പരീക്ഷണം എന്ന നിലയ്ക്കെങ്കിലും നിങ്ങളിത് ചെയ്തു നോക്കണം. അല്ലെങ്കിൽ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾ മിസ്സാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആദ്യ സമയത്തെല്ലാം ഈ UPI വന്ന സമയത്തെല്ലാം നമുക്കറിയാം അധിക കടകളും ഈ ടാക്സിനെ ഇതിനെയൊക്കെ പേടിച്ച് അത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആയപ്പോൾ അതില്ലാതെ സെയിൽ കിട്ടൂല എന്ന അവസ്ഥയായപ്പോൾ വളരെ ചെറിയ കടകൾ പോലും UPI സംവിധാനം കൊണ്ടുവന്നു. കാരണം വേറെ ഒന്നുമല്ല, ആളുകളെല്ലാം അതിലേക്ക് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മാറയില്ലാതെ വേറെ രക്ഷയില്ല. അങ്ങനെ അവിടെ നമ്മൾ വാശി പിടിച്ച് നിന്നാൽ നമുക്ക് സെയിൽ ഉണ്ടാവില്ല. ഇപ്പം എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലേക്കാണ്. അവരുടെ ശ്രദ്ധ അവിടെയുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ ആളുകൾ ശ്രദ്ധ കൊടുക്കാൻ നേരത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് കസ്റ്റമറെ കണ്ടെത്താൻ നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് ബിസിനസ് വളർത്താൻ സാധിക്കുന്നത് പുതിയ വിഭാഗം കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്നുകൊണ്ടാണ്. സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി എങ്ങനെയാണ് കസ്റ്റമറെ കണ്ടെത്തുന്നത്, സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി എങ്ങനെ ബിസിനസ് വളർത്താം, ഇത് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കോഴ്സിൽ പങ്കെടുക്കാം. സ്മോൾ ബിസിനസ് ഓണേഴ്സിനും അതുപോലെ തന്നെ ബിസിനസ്സിലേക്ക് ജസ്റ്റ് ഇറങ്ങാൻ നിൽക്കുന്നവരെയും മുൻനിർത്തിയിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു കോഴ്സാണ്. നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ ടൈം കിട്ടുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. പ്രവാസികൾക്ക് പങ്കെടുക്കാം. ഇന്ന സ്ഥലം എന്നുള്ള ഒരു വ്യത്യാസമല്ല, കംപ്ലീറ്റ്ലി നമ്മൾ ഓൺലൈനായിട്ടാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത്. സ്മോൾ ബിസിനസ് ഓണേഴ്സിന് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവർ, നിങ്ങൾ 1, 2, 3 മാസം കഴിഞ്ഞിട്ടായിരിക്കും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോഴേ നിങ്ങൾ മാർക്കറ്റിംഗ് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇനീഷ്യൽ ഓർഡറുകൾ നമുക്ക് കൊണ്ടു തന്നത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയോ സർവീസിൻ്റെ ക്വാളിറ്റിയോ അല്ല, മാർക്കറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയാണ്. കാരണം പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും സർവീസിൻ്റെ ക്വാളിറ്റിയും ഒരു കസ്റ്റമർ തിരിച്ചറിയേണ്ടത് വൺസ് പർച്ചേസ് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ക്വാളിറ്റി അറിയണുള്ളൂ. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ്, നല്ല ക്വാളിറ്റി സർവീസ് എന്നുള്ളത് വന്ന കസ്റ്റമറെ നിലനിർത്താൻ ഉപകരിക്കുന്ന ഒരു ടൂളാണ്. ഒരു കസ്റ്റമർ വന്നു, അവരെ നമ്മുടെ കൂടെ തന്നെ നിലനിർത്താൻ ക്വാളിറ്റി സർവീസും പ്രൊഡക്റ്റും കൊടുത്തേ മതിയാവും. പക്ഷേ ഇനീഷ്യൽ ഓർഡർ ജനറേറ്റ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നത് മാർക്കറ്റിംഗ് ആണ്. നിങ്ങളുടെ മാർക്കറ്റിങ്ങിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും. അപ്പോൾ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമറെ കണ്ടെത്തലാണ്. ഇത് നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ഏത് ബിസിനസ്സിലാണെങ്കിലും സ്ട്രഗിൾ ചെയ്യും. ഇനി ഒരു ബിസിനസ് ഫെയിലായാൽ കൂടി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ബിസിനസ്സിലേക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. യൂണിവേഴ്സലാണ്. അപ്പോൾ മാർക്കറ്റിങ്ങിനെ നമ്മൾ വില കുറച്ച് കാണരുത്. അപ്പോൾ ഈ കോഴ്സിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ അതുപോലെ തന്നെ ഫ്രീ ക്ലാസ്സുകളും എല്ലാം വരും. അപ്പോൾ താല്പര്യമുള്ള ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.